നമ്മൾ ഇന്ന് ഫണ്ടമെന്റൽ അനാലിസിസ് മനസ്സിലാക്കാൻ പോകുന്നത് അതിനെ ടെക്നിക്കൽ അനാലിസിസുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ്. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയ കാര്യമാണ് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നത് ചാർട്ട് റിലേറ്റഡ് ഡേറ്റ ഉപയോഗിച്ചാണെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുന്നത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, ഏർണിങ്സ്, റവന്യൂ എന്നിവയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കമ്പനി ഒരു സ്ട്രോങ്ങോ വീക്കോ ആണെന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ഹിന്റ് ചെയ്യുന്നത് എപ്പോൾ സ്റ്റോക്ക് വാങ്ങണമെന്നും എപ്പോൾ സ്റ്റോക്സ് വിൽക്കണമെന്നുമാണ്. അപ്പോൾ എന്താണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് നോക്കാം. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ശരിക്കുള്ള വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു അനാലിസിസ് ആണ്. അതായത് ഒരു കമ്പനിയുടെ റവന്യൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡെറ്റ്, അസറ്റ്, മാനേജ്മെന്റ് ക്വാളിറ്റി, ഇൻഡസ്ട്രി ട്രെൻഡ്, ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്നീ വിവരങ്ങൾ പരിശോധിക്കുക വഴി ഈ കമ്പനി ഇനി ഭാവിയിൽ നല്ല രീതിയിൽ വളരാൻ ചാൻസ് ഉണ്ടോ എന്നും കമ്പനിയുടെ മാനേജ്മെന്റ് ക്വാളിറ്റിയും ഇൻഡസ്ട്രിയിലുള്ള ട്രെൻഡും മനസ്സിലാക്കി ഈ കമ്പനിയിൽ ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തരത്തിലുള്ള ഒരു ക്വാളിറ്റി കമ്പനിയിൽ ഉണ്ടോ എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഫണ്ടമെന്റൽ അനാലിസിസ് ഒരു ട്രേഡർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ ഫണ്ടമെന്റൽ അനാലിസിസ് ഒരു അണ്ടർവാല്യൂഡ് ആയിട്ടുള്ള സ്ട്രോങ് ബിസിനസിനെ കണ്ടെത്താൻ സഹായിക്കുന്നു. ഇത്തരത്തിൽ കണ്ടെത്തിയ സ്റ്റോക്കുകൾ സ്വിംഗ് ട്രേഡിനായോ അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡിനായോ നമുക്ക് ഉപയോഗിക്കാം. ഇത്തരത്തിൽ കണ്ടെത്തുന്ന അനാലിസിസ് പ്രകാരം ഒരു കമ്പനി ചാർട്ടിൽ നല്ല രീതിയിൽ കണ്ടാലും ഫണ്ടമെന്റൽസ് വീക്ക് ആണെങ്കിൽ അവോയ്ഡ് ചെയ്ത് ഒരു ബാഡ് ട്രേഡ് ഒഴിവാക്കാൻ സാധിക്കുന്നു. സ്വിംഗ് പൊസിഷണൽ ട്രേഡുകൾ ചെയ്യുന്നവർ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടെക്നോ ഫണ്ട. അതായത് അവരുടെ അനാലിസിസ് എന്ന് പറയുന്നത് ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസും കൂടി കമ്പൈൻ ചെയ്ത് നല്ല ട്രേഡുകൾ മാത്രം എടുക്കാൻ സഹായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ് പറയുന്നത് കമ്പനി ഒരു ക്വാളിറ്റി ബിസിനസ് ആണെന്നാണ്. ടെക്നിക്കൽ അനാലിസിസിൽ ഇപ്പോൾ വാങ്ങാനുള്ള നല്ല സമയമാണോ എന്ന് പറയും. ഒരു സ്റ്റോക്ക് ഫണ്ടമെന്റലി സ്ട്രോങ് ആയി കണ്ടാലും ഒരു റോങ് പ്രൈസിൽ റോങ് ടൈമിൽ എടുക്കുന്ന എൻട്രി മൂലം ചിലപ്പോൾ പ്രൈസ് ഫോൾ ആയേക്കാം. അതുകൊണ്ടാണ് ഈ ഒരു സ്ട്രാറ്റജി സ്മാർട്ട് ട്രേഡർമാരും ഇൻവെസ്റ്റർമാരും ഒരു ബെറ്റർ ആക്യുറസി കിട്ടുന്നതിനായി ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. എപ്പോഴും ടെക്നോ ഫണ്ട അനാലിസിസ് ചെയ്ത് സ്റ്റോക്കുകൾ ഫിൽട്ടർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി വീണ്ടും കാണാം.